ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. 2010 ഈ വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ എല്ലാവരും എത്തി നിൽക്കുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമുക്ക് കർത്താവിനോട് നന്ദി പറയാനുണ്ട്. ഈ വർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രമാത്രം നന്മകളാണ് കർത്താവ് പകർന്നിരിക്കുന്നത്. അതിനെല്ലാം ഓർത്ത് നന്ദി പറയുവാനുള്ള വലിയ അനുഗ്രഹത്തിന്റെ നിമിഷമാണിത്. ഈ വിഷയത്തുള്ള ബന്ധത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ വചനത്തിലൂടെ നടത്തുവാനായി പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ എഫെസസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും അഭിഷേകമായി വ്യാപരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ഒരു ദൈവ പൈതൽ എപ്രകാരമുള്ള വ്യക്തിയായി തീരണം, അല്ലെങ്കിൽ വിശുദ്ധിയിൽ വളരുന്നതിന്റെ അടയാളം, വിശ്വാസത്തിൽ ഒരു വ്യക്തി വളർച്ച പ്രാപിക്കുന്നതിന്റെ ലക്ഷണം എന്താണെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദൈവപിതാവിനെ നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുക. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ജീവിതങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ്. യേശുവിന്റെ അഭിഷേകത്തിൽ വളരുന്ന വ്യക്തികളുടെ വലിയൊരു പ്രത്യേകതയാണ് യഥാർത്ഥ വിശ്വാസ ജീവിതത്തിൽ നടക്കുന്ന വ്യാപരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു വലിയ പ്രത്യേകതയാണ് ആ വ്യക്തി എപ്പോഴും സ്പിരിറ്റ് ഓഫ് താങ്ക്സിൽ, നന്ദിയുടെ ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇന്ന് പലപ്പോഴും പല ശുശ്രൂഷകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേകം ദൈവമക്കള് വളരെ വേദനയോടുകൂടി, ചിലരെ വളരെ കാര്യം അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടി പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. സഹോദര, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്, ഞങ്ങൾ കുദാശകൾ സ്വീകരിക്കുന്നവരാണ്, കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ പലപ്പോഴും ദൈവം നൽകുന്ന നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ദൈവാനുഗ്രഹത്തെ സ്വന്തമാക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വളരുവാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, വിശ്വാസത്തിലും വിശുദ്ധിയിലും വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ നന്മകളും അവന്റെ പ്രവൃത്തിയും വെളിപ്പെടാതെ പോകുന്നത്? ഒത്തിരിയേറെ വ്യക്തികള് ഇന്ന് ഇതുപോലെ ഭാരപ്പെട്ട് ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആ മേഖലകളിലേക്ക് ഇപ്പോൾ വെളിച്ചം വീശുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരുടെയും ഉള്ളത്തിൽ ഇതേ ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിന്റെ നന്മകളും അവന്റെ പ്രവൃത്തികളും വെളിപ്പെടാതെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി കർത്താവിനോട് നന്ദിയുള്ളവരായി മാറുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് ഇപ്രകാരം പറയുന്നതായി അനുഭവപ്പെട്ടു. അനുഗ്രഹങ്ങളെ പ്രതി, ദൈവം നൽകുന്ന സൗഖ്യത്തെ പ്രതി, ദൈവം നൽകുന്ന നന്മകളെ പ്രതി, ദൈവം നൽകുന്ന വിജയത്തെ പ്രതി, ദൈവം നൽകുന്ന സംരക്ഷണത്തെ പ്രതിയൊക്കെ നമ്മൾ ഒത്തിരിയേറെ പേര് നന്ദി പറയാറുണ്ട്. കർത്താവിനോട് നമ്മൾ സ്നേഹവും ആനന്ദവും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന പരാജയങ്ങളെ പ്രതി, വെല്ലുവിളികളെ പ്രതി, പ്രതിസന്ധികളെ പ്രതി, പ്രതിബന്ധങ്ങളെ പ്രതി, അപവാദങ്ങളെ പ്രതി, എതിർപ്പുകളെ പ്രതി, വിമർശനങ്ങളെ പ്രതി, അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ പ്രതി നമുക്ക് എത്ര പേർക്ക് കർത്താവിനോട് നന്ദി പറയാൻ പറ്റുന്നുണ്ട്?
ദൈവാത്മ പ്രകാരം പറഞ്ഞു, അനുഗ്രഹത്തെ പ്രതിയും സൗഖ്യത്തെ പ്രതിയും മാത്രം നന്ദി പറഞ്ഞാൽ പോരാ. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളെ പ്രതി, എതിർപ്പുകളെ പ്രതി, അപമാനങ്ങളെ പ്രതി, സഹനങ്ങളെ പ്രതി, വേദനകളെ പ്രതി, ദുഃഖ ദുരിതങ്ങളെ പ്രതി കർത്താവിനോട് നന്ദി പറയുന്ന വിധത്തിൽ ആത്മീയ ജീവിതത്തിൽ, അഭിഷേക ജീവിതത്തിൽ ഞാനും നിങ്ങളും വളരുന്നവരായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇതാണ് ദൈവമക്കളെ യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഇതാണ് അഭിഷേക ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളൊന്ന് ചോദിക്കട്ടെ, ദൈവത്തിന്റെ നന്മകളും ദൈവികമായ നടത്തിപ്പും ഇസ്രായേൽ ജനത്തെ പോലെ അനുഭവിക്കുവാനും ഇസ്രായേൽ ജനത്തെ പോലെ സ്വീകരിക്കുവാനും ഭാഗ്യം ലഭിച്ച മറ്റൊരു ജനത ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം അത്രമാത്രം നന്മകളാണ് ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചത്. ദൈവം ഇസ്രായേൽ ജനത്തെ നോക്കി വിളിച്ചത് മൈ പീപ്പിൾ, എന്റെ ജനം എന്റെ ഉടമ്പടിയുടെ ജനമാണെന്ന്. അത്രമാത്രം ദൈവം തന്റെ ജനത്തെ സ്നേഹിച്ചു. പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച് പാലും തേനും ഒഴുകുന്ന ആ വാഗ്ദാന നാട്ടിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ഇതാ മന്ന പൊഴിച്ചു കൊടുത്ത് അവർക്ക് ദാഹിച്ചപ്പോൾ കരിമ്പാറ കൂട്ടങ്ങളിൽ നിന്ന് ദാഹജലം നൽകിക്കൊണ്ട്, മാംസം വേണമെന്ന് നിലവിളിച്ചപ്പോൾ കാടപ്പക്ഷിയിൽ ഇറക്കിക്കൊണ്ട്, രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും കർത്താവിന്റെ സാന്നിധ്യം വിട്ടുപിരിയാതെ തന്റെ ജനത്തിന്റെ കൂടെ വ്യാപരിച്ചു. ഇത്രമാത്രം നന്മകളും അനുഗ്രഹങ്ങളും ഇസ്രായേൽ ജനം പങ്കുപറ്റി. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മുടെയൊക്കെ കണ്ണു തുറക്കേണ്ടതായ, നമ്മുടെയൊക്കെ ഹൃദയദൃഷ്ടികൾ പ്രകാശിതമാകുവാൻ ഒരു വചനം നമുക്ക് നേരെ നൽകുന്നുണ്ട്. അതെന്താണെന്നറിയോ? അത് മറ്റൊന്നുമല്ല, ഏകദേശം 30 ലക്ഷം പേരാണ് മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനം കേട്ട്, ദൈവത്തിന്റെ സ്വരം കേട്ട് ഇറങ്ങി തിരിച്ച ഈ 30 ലക്ഷം പേരിൽ ജോഷുവായും കാലബും ഒഴിച്ച് വേറെ ഒരുത്തനും വാഗ്ദാന നാട്ടിൽ കാലുകുത്തിയില്ല. ആ തലമുറ മുഴുവൻ മരുഭൂമിയിൽ മരിച്ചു വീണു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ദൈവം നൽകിയ വാഗ്ദാന നാട്ടിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയത്? അവർ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കേട്ടവരല്ലേ? ദൈവം അവർക്ക് തന്റെ വാഗ്ദത്തങ്ങൾ നൽകിയവരല്ലേ? പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ സ്വീകരിക്കുവാൻ, ഈ വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കുവാൻ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് സാധിച്ചില്ല. എന്തുകൊണ്ട് അവർ പരാജയപ്പെട്ടു പോയി? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവർ പിറുപിറുത്തതുപോലെ നമ്മൾ പിറുപിറുക്കരുത്. പിറുപിറുത്തവരെയെല്ലാം സംഹാരകൻ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. എന്നാൽ ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ എനിക്കും നിങ്ങൾക്കും അതൊരു പാഠമാകുവാൻ വിശുദ്ധ വചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ഇത് കർത്താവിന്റെ സ്നേഹവും അവന്റെ കരുണയുമാണ്. പ്രിയ ദൈവമക്കളെ, ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നന്ദി പറയേണ്ടതിന് പകരം കർത്താവ് നൽകിയ നന്മകളെ ഓർത്ത്, കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങളെ ഓർത്ത്, അവന്റെ കരുതലിനെ ഓർത്ത്, അവന്റെ നടത്തിപ്പിനെ ഓർത്ത് പലപ്പോഴും നന്ദി പറയേണ്ടതിന് പകരം പിറുപിറുപ്പിലും മുറുമുറുപ്പിലും പരാതി പറച്ചിലും നമ്മൾ വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് അനേകം ദൈവമക്കൾക്ക് യേശുവിലൂടെ ലഭ്യമായ നന്മകളെ ദൈവപിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളിൽ പങ്കുപറ്റുവാൻ, ആ നന്മകളിൽ ആനന്ദിക്കുവാൻ, ആ നന്മകളിൽ നടക്കുവാൻ ഇന്ന് അനേകർക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. നന്ദി പറയാൻ പ്രത്യേകം നേരം കാലം സമയമൊന്നുമില്ല. എപ്പോഴും, ഫോർഎവർ, എപ്പോഴും എപ്പോഴും. നീ ദുഃഖിക്കുന്ന സമയത്തും, നമ്മൾ ആനന്ദിക്കുന്ന സമയത്തും, നമ്മൾ വിജയിക്കുന്ന സമയത്തും, പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന സമയത്തും, നമ്മൾ വേദനിക്കുന്ന സമയത്തും, പലപ്പോഴും നമ്മൾ ആനന്ദിക്കുന്ന സമയത്തും നമ്മൾ കർത്താവിനോട് നന്ദിയുള്ളവരാകണം. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളെയും പ്രതി നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക.
ദൈവമക്കളെ, കർത്താവിനോടുള്ള നന്ദിയിൽ, അവനോടുള്ള സ്നേഹത്തിൽ, അവനോടുള്ള സ്തോത്രത്തിൽ നമുക്ക് വ്യാപരിക്കാൻ കഴിയണം. ഇതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ യഥാർത്ഥമായ ആറ്റിറ്റ്യൂഡ്. നന്ദിയുടെ ആത്മാവിൽ വ്യാപരിക്കുക. ഇന്ന് അനേകരുടെ ജീവിതം അടിമത്തത്തിലായിരിക്കുന്നതിന് കാരണം, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അഭിഷേകമായി വെളിപ്പെടാത്തതിന് കാരണം, ഇന്ന് അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ ഗ്ലോറി, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി, യേശുവിലൂടെ ലഭ്യമാകുന്ന സൗഖ്യം ഇന്ന് ഇറങ്ങി വരാത്തതിന് കാരണം, ഇന്ന് അനേകം കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് ചലിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങളിൽ മുഴുകുകയും അവിടെ വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ഇന്ന് അനേകം ജീവിതങ്ങളിൽ ഈ അന്ധകാരത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നതിന് കാരണം, ഇന്ന് അനേകം കുടുംബങ്ങളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടാത്തതിന് കാരണം അവർ കർത്താവിന്റെ നന്ദി പറയാത്തതാണ്. മറ്റൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ അനുഗ്രഹം പ്രാപിക്കുവാനും യഥാർത്ഥമായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാനുമാണ് ഈ മെസ്സേജ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിനോട് നന്ദിയുള്ളവരായി മാറണം. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മൾ അവനോടുള്ള നന്ദിയിൽ വ്യാപരിക്കണം. വിശുദ്ധർക്ക് നമ്മോട് പറയുവാനുള്ളത് അതാ. ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവ്യർ, കൊച്ചു ത്രേസ്യ, നമ്മുടെ പരിശുദ്ധ അമ്മ, ഇവർക്കൊക്കെ നമ്മോട് പറയുവാനുള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മ നിറയപ്പെട്ട് മാതാവ് വിളിച്ചു പറഞ്ഞു, എന്റെ ആത്മാവ് എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എപ്പോഴും എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരു നന്ദിയുടെ ആത്മാവിൽ പരിശുദ്ധ അമ്മ വ്യാപരിച്ചു. എന്ത് സംഭവിച്ചു? അവളെ ദൈവം അത്യധികമായി ഉയർത്തി, ദൈവം അവളെ അത്യധികമായി മാനിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മോട് പറയുവാനുള്ളത്, വിശുദ്ധർക്ക് നമ്മോട് പറയുവാനുള്ളത്, അപ്പോസ്തലന്മാർക്ക് നമ്മോട് പറയുവാനുള്ളത്, പ്രവാചകന്മാർക്ക് നമ്മോട് പറയുവാനുള്ളത്, ദൈവമക്കൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും നന്ദിയുടെ ആത്മാവിൽ വ്യാപരിക്കുക. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി കർത്താവിനോട് നന്ദിയുള്ളവരാകുക. യേശുവിന് എന്താ നമ്മോട് പറയാനുള്ളത്? യേശുവിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടത്? എന്തുകൊണ്ടാണ് യേശുവിന്റെ ശുശ്രൂഷയിൽ പിതാവിന്റെ ശക്തിയും പിതാവിന്റെ സ്നേഹവും പിതാവിന്റെ മഹത്വവും ഇതുപോലെ വെളിപ്പെട്ടത്? നാം തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും, യേശു എപ്പോഴും തന്റെ പിതാവിനോട് നന്ദിയുള്ളവനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ ജീവിതം എപ്പോഴും തന്റെ പിതാവിനോട് നന്ദിയുള്ള ഒരു ജീവിതമായിരുന്നു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ എത്രമാത്രം അവനോട് നന്ദിയുള്ളവരാണ്, നമ്മൾ എത്രമാത്രം അവനോട് ഉള്ള ബന്ധത്തിൽ ആഴപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി പലപ്പോഴും ചില വിമർശനങ്ങളുടെ മുൻപിൽ, ചില പ്രതികൂലങ്ങളുടെ മുൻപിൽ, ചില വെല്ലുവിളികളുടെ മുൻപിൽ, ചില ദുഃഖങ്ങളുടെ മുൻപിൽ, ചില പരാജയങ്ങളുടെ മുൻപിൽ നമ്മളെ നിൽക്കുവാൻ ദൈവം തന്നെ അനുവദിക്കും. ഈ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മേലുള്ള അഭിഷേകം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അഭിഷേകമുള്ള വ്യക്തിയും അഭിഷേകമില്ലാത്ത വ്യക്തിയും, വിശുദ്ധിയുള്ള വ്യക്തിയും വിശുദ്ധിയില്ലാത്ത വ്യക്തിയും, വിശ്വാസമുള്ള വ്യക്തിയും വിശ്വാസമില്ലാത്ത വ്യക്തിയും അത് തിരിച്ചറിയാൻ കഴിയുന്നത് പ്രശ്നങ്ങളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും എതിർപ്പുകളിലൂടെയും പരാജയങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കടന്നു പോകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു. ചെങ്കടൽ വിഭജിച്ചുകൊണ്ട് ദൈവം അവരെ തന്റെ മഹത്വം വെളിപ്പെടുത്തി. എന്നാൽ മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്ത് അവർ ഷൂർ എന്ന് പറയുന്ന ഒരു മരുപ്രദേശത്ത് അവരെത്തി. അവിടെ മാറ എന്നുള്ള സ്ഥലത്ത് വന്നു ചേർന്നപ്പോൾ ആ സ്ഥലത്തെ വെള്ളം കയ്പുള്ളതായിരുന്നത് കൊണ്ട് അവർക്ക് കുടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ പറ്റും. ഈ മാറായുടെ മുൻപിൽ, ഈ കൈപ്പേറിയ അനുഭവത്തിന് മുൻപിൽ ദൈവം തന്റെ ജനത്തെ നിർത്തി. ഈ മാറായുടെ മുൻപിൽ, ഈ കൈപ്പേറിയ അനുഭവത്തിന് മുൻപിൽ ദൈവം തന്റെ ജനത്തെ നിർത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തോട് നന്ദി പറയേണ്ടതിന് പകരം, ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് പകരം അവര് പിറുപിറുക്കാൻ തുടങ്ങി, അവര് പരാതി പറയാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഇവിടെ വെള്ളം കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾ വെള്ളം കിട്ടാതെ മരിച്ചു പോകുമല്ലോ, ഇതിനാണ് ഞങ്ങൾ നീ കൊണ്ടുവന്നത് പറഞ്ഞ് മോശയ്ക്കെതിരെയും അവര് പിറുപിറുത്തു. ദൈവത്തിനെതിരെ അവർ പരാതി പറഞ്ഞു. എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? മാറയുടെ മുൻപിൽ ദൈവം തന്റെ ജനത്തെ നിർത്തിക്കഴിഞ്ഞപ്പോൾ അവർ ആ പരിശോധനയിൽ പരാജയപ്പെട്ടു. ചെങ്കടൽ വിഭജിച്ച് ഇത്രമാത്രം ദൈവത്തിന്റെ ശക്തിയും മഹത്വം കണ്ട ഈ ജനതയെ എന്ത് സംഭവിച്ചു? നമ്മുടെ ഭാഷയിലോട്ട് പറഞ്ഞാൽ വലിയൊരു ബൈബിൾ കൺവെൻഷൻ, അതിലൂടെ വലിയൊരു ശക്തി ദൈവം വെളിപ്പെടുത്തിയിട്ട് തന്റെ ജനത്തെ തന്റെ അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളുടെ നയിച്ച്, ഇതെല്ലാം കണ്ടും കേട്ടും വെറും 3 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഈ കൈപ്പേറിയ അനുഭവത്തിന് മുൻപിൽ ഈ ജനം നിന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അവര് മറന്നുപോയി. തപ്പെടുത്ത് താളമടിച്ച് നൃത്തം ചെയ്ത ഈ ദൈവജനം അവർ പിറുപിറുക്കുക. അവർ ഡാൻസ് ചെയ്യുന്നില്ല, അവർ ഹല്ലേലൂയ വിളിക്കുന്നില്ല, അവർ സ്തോത്രം പറയുന്നില്ല, അവർ ദൈവത്തെ ആർപ്പിട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. അതിന് പകരം അവര് പിറുപിറുക്കുക. യഥാർത്ഥത്തിൽ ഈ ജനം ആർപ്പിടേണ്ടതും ഹല്ലേലൂയ വിളിക്കേണ്ടതും സ്തോത്രം ചെയ്യേണ്ടതും ദൈവത്തെ ശക്തിയോടെ മഹത്വപ്പെടുത്തേണ്ടതും ഈ മാറായുടെ മുൻപിൽ നിന്നപ്പോഴായിരുന്നു, ഈ കൈപ്പേറിയ അനുഭവത്തിന് മുൻപിൽ നിന്നപ്പോഴായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിലും ദൈവം ഇത് അനുവദിക്കും. എന്തിനാണെന്നറിയോ? നമ്മളിൽ എത്രമാത്രം വിശുദ്ധിയുണ്ട്, നമ്മൾ എത്രമാത്രം അഭിഷേകമുണ്ട്, നമ്മൾ എത്രമാത്രം കർത്താവിന്റെ സ്നേഹമുള്ളവരാണ്, നമ്മൾ എത്രമാത്രം അവനോടും നന്ദിയുള്ളവരാണെന്ന് വെളിപ്പെടുവാൻ വേണ്ടി ഇതുപോലെ ചില കാര്യങ്ങൾ അനുവദിക്കും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് നന്ദി പറയുക. ഡോണ്ട് കംപ്ലൈൻ, ബി കണ്ടന്റ്. പരാതി പറയുന്നവരല്ല, നന്ദി പറയുന്നവരെ. എല്ലാ സാഹചര്യങ്ങളെ ഓർത്ത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ തലങ്ങളെ ഓർത്ത്, അത് നന്മയാകാം തിന്മയാകാം എന്തുമാകട്ടെ, എല്ലാ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് നന്ദിയുടെ ആത്മാവിൽ വ്യാപരിച്ച് ഈ കാലഘട്ടത്തിൽ കുറ്റമറ്റ ദൈവമക്കളായി ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന, നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന അഭിഷിക്ത ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളിലേക്കും ഇപ്പോൾ ഈ വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല ദൈവമക്കളും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം, അവന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, വെളിപ്പെടട്ടെ. പ്രിയമുള്ളവരെ, അതിനായത് നമ്മൾ അനുഗ്രഹിക്കട്ടെ. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഏറെ നന്ദിയുള്ളവരായി കർത്താവ് നൽകിയ നന്മകളെ ഓർത്ത്, ഈ 2010 ഈ വർഷം ദൈവം നൽകിയ നന്മകളെ ഓർത്തും അടുത്ത പുതുവർഷത്തിൽ കൂടുതൽ കർത്താവിന്റെ നന്മകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവന്റെ അഭിഷേകത്തിലും അവന്റെ വിശുദ്ധിയിലും വളരുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിൻ രൂപം, രൂപഭാവങ്ങൾ മാറ്റുന്ന സ്നേഹം, പാവനമാത്മാവിൽ മന്നയായി മാറും തിരുവോസ്തിരൂപന്റെ സ്നേഹം.
ദിവ്യകാരുണ്യ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. ഏറെ ആനന്ദത്തോടെ, സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമുക്കായിരിക്കാം. 2010 ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. എത്രമാത്രം നന്മകളാണ്, അനുഗ്രഹങ്ങളാണ് കർത്താവ് ഈ വർഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നിരിക്കുന്നത്. എല്ലാ നന്മകൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. വ്യക്തിപരമായും കുടുംബപരമായും തൊഴിൽപരമായും പഠനപരമായും ശുശ്രൂഷ മേഖലകളിലെല്ലാം ഒരുപാട് നന്മകള്, ഒരുപാട് കൃപകള് കർത്താവ് പകർന്ന് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയ ഈ വർഷത്തെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എത്രയോ നന്മകളാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോയിരിക്കുന്നത്. എത്രമാത്രം ഉപകാരങ്ങളും എത്രമാത്രം അനുഗ്രഹങ്ങളും കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നിട്ടും പലപ്പോഴും അത് തിരിച്ചറിയാതെ മുറുമുറുപ്പിലും പരാതി പറച്ചിലും ദൈവത്തോടുള്ള മറുതലിപ്പിലും ജീവിച്ചു പോയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന്റെ മുൻപിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് യാചനാപുറം തുറന്നു പിടിച്ച് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് നന്ദി പറയാം. സങ്കീർത്തകനായ ദാവീദ് പറഞ്ഞു, ദൈവത്തിന്റെ കരുണയും നന്മയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. എത്രമാത്രം വലിയൊരു പ്രത്യാശയാണിത്. ദാവീദ് പറഞ്ഞത് ഏതാനും മണിക്കൂറല്ല, ഏതാനും ദിവസങ്ങളല്ല, ഏതാനും വർഷങ്ങളല്ല, എന്റെ കർത്താവിന്റെ കരുണയും എന്റെ ദൈവത്തിന്റെ നന്മയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അതുകൊണ്ട് കർത്താവിന്റെ സ്തുതികൾ എപ്പോഴും എന്റെ അധരത്തിലുണ്ടായിരിക്കും. എത്രമാത്രം വലിയൊരു തിരിച്ചറിവാണ്. നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും ദൈവസ്തുതി ഉണ്ടാകണം. ഈ പുതുവർഷത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ 2011 ആ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി, കൃപയുടെ വർഷമായി, അഭിഷേകത്തിന്റെ വർഷമായി, ദൈവ സ്നേഹത്തിന്റെ വർഷമായി മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളെ ഓർത്ത് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചെയ്യുവിൻ. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിന്റെ യോഗ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ നന്മകൾക്കായി നമ്മുടെ വാക്കുകൾ വഴി, നമ്മുടെ പ്രവൃത്തികൾ വഴി എല്ലാം കർത്താവിന് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തി നമ്മുടെ ജീവിതം നന്ദിയുടെ ജീവിതമായി, സ്തോത്രത്തിന്റെ ജീവിതമായി, അനുഗ്രഹത്തിന്റെ ജീവിതമായി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കർത്താവെ അഭിഷേകം ചെയ്യണമേ. നൽകിയ നന്മകൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ ജീവിതങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ.